മറ്റൊരാളെ മുറിവേൽപ്പിക്കാത്തിടത്തോളം നമ്മൾ എന്തിനാണ് ഭയക്കുന്നത്? ഒത്തിരി ഭീരുക്കൾ കൂടുകയാണ് നമുക്കിടയിൽ. തറയി പിതാവ് പറഞ്ഞത് ഇങ്ങനെയാണ്: നമ്മുടെ സൺഡേ സ്കൂൾ സംവിധാനം കൊണ്ട് നമ്മളൊരു തീവ്രവാദിയെയും സൃഷ്ടിക്കുന്നില്ല. ശരിയാണ്, നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ സൺഡേ സ്കൂൾ സംവിധാനത്തിലൂടെ 12 വർഷം പഠിച്ചു പോയവരാരും തീവ്രവാദികളായിട്ടില്ല. അപ്പൊ നമ്മൾ ഓർക്കും പിതാവ് പറഞ്ഞു വരുന്നത് നമ്മൾ നല്ല മനുഷ്യരാണെന്ന് പറഞ്ഞു വരും. പക്ഷെ പിതാവ് അടുത്ത ഐറണി പറയുന്നുണ്ട്, എന്നറിയാമോ? തീക്ഷ്ണമതികളും ഇല്ല. നമുക്ക് പറ്റിയിരിക്കുന്നത് ഒരു മീഡിയോക്കർ പൊസിഷനിലേക്ക്, എന്ന് വെച്ചാൽ കൈൻഡ് ഓഫ് ഇൻഡിഫറൻസ്, നിസ്സംഗത നമ്മളെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിനെ ആ നിസ്സംഗതയുടെ പുറന്തോട് പൊട്ടിച്ചേ പറ്റൂ. എൻ്റെ വിശ്വാസത്തെ, ഞാൻ ക്രിസ്ത്യാനിയാണ്, എൻ്റെ കർത്താവ് തമ്പുരാന്റെ അനുയായിയാണ്, അത് ഇരുട്ടത്തിരുന്ന് പറയേണ്ടതല്ല. അതെൻ്റെ രഹസ്യ കാര്യമാണെന്ന് വിചാരിക്കരുത്, എൻ്റെ പ്രൈവറ്റ് അഫെയർ ആണെന്ന് വിചാരിച്ച് കളയരുത്. ഇന്ന് ഒത്തിരി ഉണ്ടത്. അതായത് നമ്മൾ ക്രിസ്ത്യാനികളെ പോലെ സെക്കുലറൈസ്ഡ് ആയവരുടെ വിഭാഗമില്ല. നീ അറിഞ്ഞ നേരിനെ, നീ അറിഞ്ഞ കർത്താവ് തമ്പുരാനെ, നീ മനസ്സിലാക്കിയ സുവിശേഷത്തെ, നീ സ്നേഹിക്കുന്ന നിന്റെ സഭയെ പ്രകാശത്തിൽ പറയണം, പുരമുകളിൽ ഘോഷിക്കണം. അത് ഏത് വിചാരത്തോടെ എന്നറിയാമോ? ഈശോ മിശിഹായുടെ നല്ല പടയാളിയെ പോലെ